സ്ഥലത്തിന്റെ പേര് ഞാൻ ഒപ്പമുള്ള ആൾക്കാരെടുത്ത് അദ്ദേഹം റഷ്യൻ കൂലിപ്പട്ടാളത്തിന്റെ പിടിയിലായിരുന്നു. അവിടെ ഭക്ഷണം എത്തിക്കുക എന്നതായിരുന്നു ജോലി. തൃശ്ശൂർ സ്വദേശിയാണ്. ഒടുവിൽ മോചനം ലഭിച്ചിരിക്കുന്നു. രാവിലെയാണ് ഡൽഹി എയർപോർട്ടിലെത്തിയത്. ഇപ്പോൾ തിരികെ നാട്ടിലേക്ക് വന്നിരിക്കുകയാണ്. എന്തായാലും ആ മോചനം എന്ന വാർത്ത ജസ്റ്റ് ഒരു ഐ ഡി കാർഡ് പോലെ ഉണ്ടായിരുന്നുള്ളൂ. നമുക്ക് ഉണ്ടായിരുന്ന ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. ഏത് അത് എംബസി സഹായിച്ചിട്ട് അവരുടെ വഴി വരികയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നു. എംബസി സഹായിച്ചു, അങ്ങനെ അവര് വഴി വരികയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നു. ഏത് വരുന്ന സമയത്തായിരുന്നു അവര് ഹെൽപ്പ് ചെയ്തിട്ട് അങ്ങനെയായിരുന്നു വന്നത്. എംബസിന്ന് ആൾക്കാര് ഇന്ത്യൻ എംബസിന്ന് കാണാൻ വരുന്നുണ്ടായിരുന്നു. അവര് 2-3 പ്രാവശ്യം അവര് വന്ന് കണ്ടായിരുന്നു. അവര് ഡോക്ടറുടെ അടുത്തൊക്കെ വന്ന് കാര്യങ്ങൾ ചോദിച്ചിട്ട് പോവുക. പിന്നെ മലയാളി അസോസിയേഷന്റെ ആൾക്കാരും കാണാൻ വരുന്നുണ്ടായിരുന്നു. അത് അവരായിരുന്നു തുറന്നു തന്നത്. അങ്ങനെയായിരുന്നു വരാൻ പറ്റിയത്. മറ്റു മലയാളികളടക്കമുള്ള 3 പേർക്കൊപ്പം നിങ്ങൾക്ക് മടങ്ങി വരാമെന്നുള്ള പ്രതീക്ഷ ഉണ്ടായിരുന്നു ആദ്യം. പുറകോട്ട് ഇറക്കുകയും ചെയ്താണ്. ശേഷം വീണ്ടും തിരിച്ചു കയറ്റുകയും ചെയ്തിട്ടുണ്ട്. പട്ടാളക്കാരുടെ സമീപനം എങ്ങനെയായിരുന്നു? ഇല്ല, ആ സമയത്തും അവര് കുഴപ്പമൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അവര് പറയുന്നത് അവർക്ക് പ്രോപ്പറായിട്ടുള്ള ഓർഡർ കിട്ടാതെ റിലീസ് ചെയ്യാൻ സാധിക്കില്ല എന്നാണ് അവര് പറഞ്ഞത്. പെരുമാറ്റം മാനസികപരമായിരുന്നു? ഇല്ല, അങ്ങനെയൊന്നും കുഴപ്പമുണ്ടായിരുന്നില്ല. നമുക്ക് നോക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അവിടെ പോയിട്ട്. നമുക്കിങ്ങനെ പെട്ടെന്ന് ഇങ്ങോട്ട് വരണ കാരണം കൊണ്ടും പിന്നെ നമ്മൾ പെട്ടെന്ന് ഇങ്ങോട്ട് വരുമായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഞാൻ രാവിലെ വീട്ടിലേക്ക് വിളിച്ചിട്ട് അങ്ങനെ അവിടെയുള്ള ഒരു ഷോപ്പുകാരൻ്റെ അവിടെ നിന്നിട്ട് ക്യാഷ് ചോദിച്ചിട്ട് വീട്ടിൽ നിന്ന് ഗൂഗിൾ പേ ചെയ്ത് കൊടുക്കുകയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അവിടെ നിന്ന് ടിക്കറ്റ് എടുക്കുകയായിരുന്നു ചെയ്തത്. അങ്ങനെ ഡൊമസ്റ്റിക് ഫ്ലൈറ്റിൽ നെടുമ്പാശ്ശേരി വന്ന് ഇറങ്ങുകയായിരുന്നു ചെയ്തത്. ജെയിൻ ഒറ്റയ്ക്കാണ് വന്നത്. 18ഓളം ഇന്ത്യക്കാർ ഇപ്പോഴും ഈ റഷ്യൻ ആർമിയുടെ ഭാഗമായ റഷ്യയിൽ തന്നെയുണ്ട്. അവരുടെ കാര്യങ്ങൾ വല്ല അറിയാം? അവരുടെ ഒന്നും ഇൻഫർമേഷൻ ഒന്നും കിട്ടിയിട്ടില്ല എന്നാണ് ഇതുവരെ പറഞ്ഞത്. അത് സർജറി ഇന്റേണൽ ബ്ലീഡിംഗ് ആയിരുന്നു നമുക്ക് പറ്റിയിട്ടുണ്ടായിരുന്നത്. അതിന്റെ സർജറി 2 കഴിഞ്ഞു. ഇപ്പോൾ ഭേദമായിട്ട് വരുന്നു. അല്ല, ഡ്രോണ് പൊട്ടിയിട്ട് വയറ്റിൽ വന്ന് അടിക്കുകയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഉള്ളില് ഇന്റേണൽ ജാക്കറ്റ് ഇട്ടുണ്ടായിരുന്നു. അത് കാരണം കൊണ്ട് മുറിവൊന്നും ഉണ്ടായില്ല. ഇന്റേണൽ ബ്ലീഡിങ് ഉണ്ടാവുമായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നു ഉള്ളില്. ഇന്ത്യയിലുള്ള ആൾക്കാരെ കുറിച്ച് അവർക്ക് ഇൻഫർമേഷൻ ഒന്നും ഇതുവരെ എംബസിക്കും വന്നിട്ടില്ല. അവർക്ക് എണ്ണം മാത്രമേ ഇതുവരെ കിട്ടിയിട്ടുള്ളൂ. ഇത്ര ഇന്ത്യക്കാരുണ്ട് എന്നുള്ളൊരു എണ്ണം മാത്രമേ അവർക്ക് കിട്ടിയിട്ടുള്ളൂ എന്നാണ് അവര് പറയണത്. അവിടുത്തെ പോന്നിട്ട് 3 മാസമായി യുദ്ധമുഖത്ത് അവിടെ യുദ്ധം നടക്കുന്നുണ്ട്. എന്താണ് അവിടുത്തെ അന്തരീക്ഷം എങ്ങനെയാണ്? അത് ന്യൂസിലും കാര്യങ്ങളിലൊന്നും വരുന്നില്ലെങ്കിലും ഫുൾ ടൈം അവിടെ ഇങ്ങനെ ഡ്രോൺ അറ്റാക്കും ഷെൽ അറ്റാക്കും ഫുൾ ടൈം ബോർഡറിൽ മൊത്തം ഡ്രോൺ ഇങ്ങനെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക. അത് കണ്ടു കഴിഞ്ഞാൽ ഷെല്ലിടുക, അങ്ങനത്തെ പരിപാടിയായിരുന്നു മൊത്തം അല്ലെങ്കിലും ഉണ്ടാവരുത്. 1 വർഷം 8 മാസം വർക്ക് ചെയ്തു. 8 മാസം വർക്ക് ചെയ്തു. റഷ്യൻ കൂലിപ്പട്ടാളത്തിൽ ചേർന്നിരുന്ന ജെയിൻ കുര്യന് ഗുരുതരമായി യുദ്ധത്തിൽ ഡ്രോൺ അറ്റാക്കിൽ പരിക്കേറ്റിരുന്നു. അത് ഇന്റേണൽ ഇഞ്ചുറി ആയിരുന്നു. 2 ശസ്ത്രക്രിയ നടത്തി. ഏതായാലും വലിയ ആശ്വാസമാണ് ജെയിൻ ഇവിടെ എത്തിയിരിക്കുന്നു എന്നുള്ളത്. ജെയിൻ പറഞ്ഞതനുസരിച്ചാണെങ്കിൽ അവിടെ എല്ലാ സമയത്തും ഇങ്ങനെ ഡ്രോൺ, ആകാശത്തു കൂടെ ഡ്രോൺ ഉണ്ട്, ഷെല്ലാക്രമണങ്ങളുണ്ട്. ആ രീതിയിൽ അശാന്തമായ ഒരു സാഹചര്യം തന്നെയാണുള്ളത്. മറ്റുള്ളവരുടെ കൂടുതൽ വിവരങ്ങൾ പിന്നീട് തിരക്കാൻ കഴിഞ്ഞിരുന്നില്ല. വളരെ പെട്ടെന്ന് നാട്ടിലേക്ക് പോരേണ്ടി വന്നു. അത്തരം വിവരങ്ങളാണ് ജെയിൻ എന്തായാലും പങ്കുവയ്ക്കുന്നത്.